ഹലോ വാട്സ്ആപ്പ് ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഫ്രീ ഫയർ ഗെയിം പ്ലേ വീഡിയോ ആണ്. സോ നമ്മൾ ഈ ഒരു വീഡിയോ ചലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ സ്നൈപ്പർ വെച്ച് മാത്രം VR ആംഗിൾ ഹീറോയെ കഴിക്കാൻ പറ്റുമെന്നാണ്. സോ അപ്പം നമ്മളിന്നൊരു ഫൺ ചലഞ്ചാണ്. സോ ഇതേപോലത്തെ ചലഞ്ച് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇതേപോലത്തെ കിടുക്കാച്ചി വീഡിയോസൊക്കെ നിങ്ങൾക്ക് സെറ്റാക്കാൻ പറ്റത്തുള്ളൂ. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കുറേ ടൈം എടുത്തു. ഇത് ഫസ്റ്റത്തെ മാച്ചാണ് ഞാൻ കളിക്കുന്നത്. സോ നമ്മൾ ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത് സൊളാര മാപ്പും കാര്യങ്ങളൊക്കെയാണ്. സോ നമ്മൾ ബ്ലൂ സോണിൻ്റെ അടുത്ത് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല. തൊട്ട് കഴിഞ്ഞതിന് ഒരു എനിമി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ തന്നെ നൈസായിട്ട് വിട്ടുകൊടുത്തു. ബ്ലൂസ് കൊണ്ട് അങ്ങോട്ട് പോയിട്ട് ഒരു സ്നൈപ്പർ കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ഇന്നലെ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് നോക്കിയപ്പോഴാണെങ്കിൽ ഈ ഒരു വണ്ടി കിടപ്പുണ്ട്. നമ്മൾ വണ്ടി എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. നൈസായിട്ട് നമ്മൾ ജീപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് ബ്ലൂ സോണിലോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ പവറായിട്ട് പിടപ്പിച്ച് പോകാം എന്ന് വിചാരിച്ച് തന്നെ നമ്മൾ ജീപ്പ് എടുത്ത് പോവുകയാണ്. സോ കഴിച്ചാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അത് മഴ പെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ നോക്കിയപ്പോഴാണെങ്കിൽ ഇവിടെ ഈ സ്നൈപ്പർ ഉണ്ടാകുന്ന നോക്കിയപ്പോൾ ഇവിടെ M82B ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നൈസായിട്ട് പോയിട്ട് ആർസണൽ കീയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമുക്ക് M82B ഒക്കെ മേടിച്ച് കള്ളി എങ്ങനെ പവറാക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ വേറൊരു ഗണ്ണ് M24 അങ്ങനെ നല്ല സ്നൈപ്പർ ഗണ്ണ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തുടങ്ങിയത് ബ്ലൂ സോണിലോട്ട് തന്നെ പോകാം. അവിടെ പോയിട്ട് കുറച്ച് കോയിനും കാര്യങ്ങളൊക്കെ സെറ്റാക്കി, അല്ലെങ്കിൽ ഗ്രനേഡ് ആണെങ്കിലും മതി എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ലൂട്ട് എടുക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ അറിയേണ്ട വെടിയൊക്കെ പോയിട്ടു. അവിടെ സ്കാർ 3 കിടക്കുന്നു. എൻ്റെ മോനെ, അല്ലെങ്കിൽ കണ്ട് കണ്ണൊന്നും കിട്ടാറില്ല. ഞാൻ താഴത്തേനെ ഇങ്ങനെ AW ഒക്കെ തപ്പി നടക്കുവാണ്. ഏതെങ്കിലും ഒരു സ്നൈപ്പർ കിട്ടിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് കിടക്കുമ്പോൾ ഇവിടെ കുറേ കണ്ണൊക്കെ കിടപ്പുണ്ട്. ബട്ട് ഞാനിങ്ങനെ നോക്കി തപ്പി ലൂട്ടെടുത്ത് നടക്കുമ്പോൾ സൈഡിൽ നിന്ന് അടി വരുന്നു. ഗൈസ്, എൻ്റെ പൊന്നളിയ, എൻ്റെ ഗണ്ണാകെ ഇതി മാത്രമേ ഉള്ളൂ. ഞാൻ എനിമീനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി നമ്മുടെ സൈഡിൽ ഒരാൾ വരുന്നത്. ഞാൻ പേടിച്ചില്ലാതായിപ്പോയി. എനിക്കാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഒരു വാമപ്പിലാണ് കളിക്കുന്നത്. താങ്ക് ഗോഡ് ഇറ്റ് വാസ് ബോട്ട്. ഇത് ബോട്ടായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാതെ കില്ലെടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഓടിപ്പോന്ന്. അപ്പോൾ അവനെ ഞാൻ അങ്ങനെ അടിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റത്തെ കില്ലും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഇനിയും AW തപ്പി പോവുകയാണ്. നമുക്ക് AW കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് നോക്കി നോക്കാം ഗൈസ്. എനിക്കെന്ത് പറയുന്നത്, നമ്മൾ എത്ര കില്ലെടുത്തിട്ടാണ് നമുക്ക് ഈ ഒരു കളി ബുയ്യടിക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. ഈ കളി ബുയ്യടിക്കാൻ പറ്റുമോ ഇല്ല എന്ന് നിങ്ങൾ എന്ത് പറയുമെന്ന് അത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അഭിപ്രായം അറിയിക്കുക. നോക്കുകയാണെങ്കിൽ നമ്മൾ മാപ്പ് നോക്കുകയാണെങ്കിൽ മറ്റേ സിറ്റ് നമ്പർ സാധനങ്ങളൊക്കെ റെഡ് എത്തിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇത് അടിക്കാനൊന്നും പോയില്ല. ഒന്നാമത് ബുള്ളറ്റ് കാര്യങ്ങൾ വിചാരിച്ചിരിക്കുകയാണ് ഇതിന് സ്നൈപ്പറിന്. നമ്മളാണെങ്കിൽ ഡബിൾ സ്നൈപ്പർ വെച്ച് പവറാക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. സോ അങ്ങനെ നമുക്ക് കപ്പൽ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തുടങ്ങാം, സ്റ്റാർട്ട്. ഭാഗത്തോട്ടൊക്കെ ഇറങ്ങി നോക്കുവാണ് നമ്മളിപ്പോൾ. ബ്ലൂസോൺ ഫുൾ അടിച്ച് വരയ്ക്കുക. അപ്പോൾ നോക്കുമ്പോൾ ഒരുത്തി എനിമി വന്ന് നിൽക്കുന്നു. ഞാനൊരു അടി കൊടുത്തു. ബട്ട് അത് നമ്മൾ ആരും കുമ്മിക്കൊണ്ടും പോയി. അവനാണെങ്കിൽ അടിക്കാൻ നോക്കിയിട്ട് നമുക്ക് അടിക്കാൻ പറ്റിയില്ല. അവനാണെങ്കിൽ ഞങ്ങൾ കവർ പോയി. അപ്പോൾ എന്തായാലും നമ്മുടെ കില്ല് എന്തായാലും അവൻ തട്ടിയെടുത്തല്ലേ. നമുക്ക് എന്തായാലും അവന് റിവഞ്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെ കൊല്ലണം എന്നൊരു ലക്ഷ്യത്തോടെ തന്നെ നമുക്ക് ആ ഒരു വെൻറ്റിൻ്റെ അങ്ങോട്ട് പോവുകയാണ് ഞാനിപ്പോൾ. അവിടെ ചെന്ന് അവന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വെൻറ്റിലാണെങ്കിൽ അവൻ കാണണം കൂടിയില്ല. അപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് ആർസണൽ ഗെയിം മേടിച്ച് M82B എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ സൈഡിൽ നിന്ന് ബാക്കിൽ നിന്നൊക്കെ ഒരു അടി വരുന്നു. അപ്പം നൈസായിട്ട് അവന് ഒളിച്ചിരുന്നടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒളിച്ചിരുന്നടിക്കാൻ നോക്കി. പക്ഷേ ഇവിടെ ആരെയും കണ്ടില്ല. ഞാൻ പിന്നെയും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഒരുത്തൊക്കെ ഓടി വരുന്നത്. ഇത് ബോട്ടായതുകൊണ്ട് പെട്ടെന്ന് അടിച്ചിടാമെന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു അടി കൂടി ഹിറ്റ് കൊടുത്തു. പിന്നെ ഒരു ഹിറ്റ് കൊടുത്തു. അവനെ തീർത്തിട്ടുണ്ട് നൈസായിട്ട്.
അങ്ങനെയാണെങ്കിൽ നമുക്കാണെങ്കിൽ ടോട്ടൽ 2 കില്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നീ ഇതിനോടുകൂടി നമ്മൾ M82 ഇരിക്കുന്നു. എടാ മോനെ, നമുക്ക് ഡബിൾ M82 എന്നൊക്കെ വീടിൻ്റെ ഉള്ളിൽ കറക്റ്റ് 2 M82 വീടിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടി. അങ്ങനെ നമ്മൾ ഡബിൾ M82 എടുത്ത് പവറാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ RSL മേടിച്ചത് എന്തായാലും വെറുതെ ആയി. കാരണം ഞാൻ M82 എടുക്കാൻ വേണ്ടിയാണ് RSL കീ മേടിച്ചത്. എന്നാലും ഒരു സീനും ഇല്ല, നമുക്ക് M82 കിട്ടി, നമ്മൾ ഹാപ്പിയാണ്. അതും കൊണ്ട് നമ്മൾ ഇനി നൈസായിട്ട് കില്ലെടുത്ത് തുടങ്ങാം ആ ഒരു മൈൻഡ് സെറ്റിലാണ്. അപ്പോൾ നോക്കുമ്പോൾ കുതിര കിടക്കുന്നത്, നമുക്ക് നൈസായിട്ട് കുതിര എടുത്ത് പെടക്കാമെന്ന് വിചാരിച്ച് നമ്മൾ നൈസായിട്ട് കുതിര എടുക്കാൻ പോയിട്ടുണ്ട്. നമുക്കിനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോൺ കയറി എനിമീസിനൊക്കെ നൈസിനെ തട്ടണം. അതാണ് നമ്മുടെ ഇനി പ്ലാൻ. ഇനി നമ്മൾ മാക്സിമം കില്ലെടുക്കാനായിരിക്കും നോക്കുന്നത്. ലൂട്ടിങ് കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റാണ്, വെസ്റ്റും സെറ്റാണ്, ഗണ്ണും സെറ്റാണ്. അങ്ങനെ നമ്മൾ കുതിര കഴിഞ്ഞിട്ട് ഓടിപ്പോയിട്ടുണ്ട്. നമുക്കിനി തിരിച്ച് ചുറ്റി വരേണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ആ വന്ന ജീപ്പിൽ തന്നെ തിരിച്ചു പോവാണ്. വന്ന ജീപ്പാണ് തിരിച്ചു പോവാണ് ഓക്കെ. അങ്ങനെ കഴിച്ച് നമ്മൾ ജീപ്പ് എടുത്ത് വരുന്ന വഴി നമ്മുടെ മാപ്പിലാണെങ്കിൽ ആരോ ഫൈറ്റ് എടുക്കുന്നത് കാണുന്നുണ്ട്. അപ്പം ഞാനാണെങ്കിൽ അവനപ്പം കയറി അടിക്കാമെന്ന് വിചാരിച്ച്. പക്ഷെ നമ്മൾ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ തന്നെ നമുക്ക് ബാക്കിൽ നിന്ന് അടി കിട്ടി. ഞാൻ ഈസിയായിട്ട് ജീപ്പിൽ നിന്ന് ഇറങ്ങി കവർ എടുത്തു. അവനാണെങ്കിൽ ഒരു പ്ലെയറാണ്, ഓക്കെ ബോട്ടല്ല. അപ്പം നൈസായിട്ട് ഹീൽ ചെയ്ത് അവൻ അടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വോളിയം ഫുള്ളാക്കിയത് കൊണ്ട് തന്നെ ബാക്കിൽ എനിമി വന്ന കാര്യം അറിഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ പടിയായാൽ. അവനാണെങ്കിൽ ഇത് ഓടാൻ നോക്കുന്നു, അവനെയാണെങ്കിൽ അങ്ങനെ അടിച്ചിട്ടിട്ടുണ്ട് സെറ്റായിട്ട്. അപ്പോൾ ഇവനെ തീർന്നെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ നിന്ന് വെക്ടറിന് കുത്തിപ്പിടിക്കുന്നു. എൻ്റെ മോന് ഞാൻ എൻ്റെ ഹൃദയം ഒന്ന് പെടഞ്ഞു. അപ്പോൾ ഞാൻ ചുറ്റിനുള്ള വാളിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ ഗ്രനേഡൊക്കെ എറിയുമെന്ന് വിചാരിച്ച്, പക്ഷേ അവൻ ഗ്രനേഡൊന്നും എറിഞ്ഞിട്ടില്ല. എനിക്ക് ഇപ്പോഴും ഞാൻ ഹെൽത്ത് ഫുള്ളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ കുത്തിപ്പിടിക്കുന്നുണ്ട്. ഞാൻ ഡബിൾ ഡോക്ടറാണെന്ന് പേടിച്ചു, ബട്ട് ഡബിൾ ഡോക്ടറല്ല. ഞാനങ്ങനെ 2 AW മാറി അടിച്ചു. അങ്ങനെ അവനെ നമ്മൾ അടിച്ചിട്ടിട്ടുണ്ട്. ഞാനത് പേടിച്ച് ബുയ കയ്യിൽ നിന്ന് പോയെന്ന് വിചാരിച്ച്. ബട്ട് നമ്മൾ M82 വെച്ച് അവനെ അടിച്ചിട്ട് നോക്കിയപ്പോൾ ആണെങ്കിൽ അവിടെ സൈഡിലെടുത്ത് നിൽക്കുന്നു. ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും, അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടോ വോയിസ് ഒക്കെ ഒളിച്ചിരിക്കുകയാണ് എന്നാണ് തോന്നുന്നത്. നമ്മളെന്തായാലും കണ്ടു. ഈ M82 ഈ ഒരു പവർ ഉള്ളതുകൊണ്ട് നമ്മൾ വേഗടിച്ച് പൊട്ടിക്കാമെന്ന് കാര്യം നോക്കിയപ്പോൾ നമ്മുടെ ബ്ലൂ കൊണ്ട് പെടവി വന്നിരിക്കുന്നു. ഒരു ഹിറ്റ് കൊടുത്തു, അത് കൊണ്ടില്ല, വേറൊരു ഹിറ്റ് കൊടുത്തു, അവൻ ഓടുവാണ്. അവനെ അങ്ങനെ കില്ല് ചെയ്തിട്ടുണ്ട്. 5 കില്ലും കാര്യങ്ങളൊക്കെ ടോട്ടലായിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ നിന്ന് നൈസായിട്ട് പോകാം എന്ന് പറഞ്ഞ ഒരു പ്ലാനാണ്, നടക്കുവാണ് ഒരു പരിപാടി ഇല്ലാതെ. അങ്ങനെ ഞാൻ ഈ സാധനം സ്കാൻ വാച്ച് സാധനം പൊട്ടിച്ചപ്പോൾ ഒരുത്തനാണെങ്കിൽ താഴ്ത്ത് നിൽക്കുന്നുണ്ട്. അവനെ ഒരു ഹിറ്റ് കൊടുത്തപ്പോൾ തന്നെ അവൻ ചത്തു. എനിക്ക് തോന്നുന്നു അവൻ HP ലോ ആയിരുന്നു, അവൻ ഹിറ്റ് അടിച്ചിട്ടുണ്ടായില്ല. എനിവേസ് നമുക്ക് 6 കില്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ 12 ഗോൾഡ് മെഡൽ തന്നെ 12 ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇല്ലാത്ത പുതിയൊരു ഐഡിയ വന്നു. നമുക്കാണെങ്കിൽ ഹിറ്റ് ലിസ്റ്റ് മേടിച്ച് കഴിഞ്ഞാൽ നമ്മളെനിക്ക് 3000 കോയിനൊക്കെ കാര്യങ്ങളൊന്നുമില്ലേ, ഒരു ഹിറ്റ് ലിസ്റ്റ് അങ്ങ് മേടിച്ചാലോ എന്നൊരു ഐഡിയ. സോ എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് തന്നെ തിരിച്ച് ഓടുകയാണ്. അവിടെ വണ്ടിയുടെ ചിഹ്നം കണ്ട് ഞാൻ അങ്ങോട്ട് ഓടി നോക്കിയപ്പോൾ ഓട്ടോറിക്ഷ, എൻ്റെ മോനെ ഭയങ്കര സ്പീഡാണ് ഓട്ടോറിക്ഷ സ്പീഡ് കാണും. നമ്മൾ ബൂസ്റ്ററിട്ടാണ് പോകുന്നത്, എന്നിട്ടും അനങ്ങുന്നില്ല ഓട്ടോറിക്ഷ. എനിവേസ് നമ്മളാണെങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ട് ഓടി വന്നാൽ നമുക്ക് അങ്ങനെ ഒരു ഹിറ്റ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ തന്നെ നമുക്ക് എനിമിനെ കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അടിച്ചിടാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് ഹിറ്റ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാപ്പിൽ നോക്കിയപ്പോൾ ആണെങ്കിൽ മാപ്പിൻ്റെ ബാക്കിൽ, അതായത് അങ്ങേ അറ്റത്താണ്. ഞാനാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ കട്ടായിപ്പോയി തോന്നുന്നു. ഓക്കെ, ബ്രെയിൻ കട്ടായിപ്പോയി. ദൃശ്യം എന്നൊക്കെ ഓക്കെ, എതിർ ദിശയിലാണ് അവൻ നിൽക്കുന്നത്. നമ്മൾ അവൻ്റെ പുറകെ വെച്ച് പിടിക്കാമെന്നൊക്കെ വിചാരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഡ്രോപ്പ് എടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഡബിൾ M82 99
99 ആയിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ മഴയെല്ലാം ഇടിച്ച് ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ സീനൊന്നുമില്ലാതെ നമ്മൾ വീണ്ടും പടച്ച് പോകുമ്പോൾ മറ്റേ സിപ്പ് ലൈൻ പോലെ സാധനത്തിൽ പോകുന്ന ഒരു തോന്നലുണ്ട്. പക്ഷെ അവൻ പോയിട്ടുണ്ടായില്ല. നമുക്കിപ്പോൾ ആണെങ്കിൽ ഈ ലോങ് വെക്കും. പിന്നെ എൻ്റെ വിചാരിച്ച് എൻ്റെ ഒരു MI2 എടുക്കണം. ഞാൻ എന്നിട്ട് പേടിക്കണം. ഞാൻ ഒരു ഹിറ്റ് കൊടുത്തു, വീണ്ടും ഒരു ഹിറ്റ് കൊടുത്തു. അവനങ്ങനെ കില്ല് എടുത്തിട്ടുണ്ട്. നമ്മൾ 2 പേര് മാത്രമേ ഉള്ളൂ, ഞാനും വേറൊരുത്തിനും. അവനെ തപ്പിപ്പോകുമ്പോൾ ഇതും പിന്നെ റെഡ് കത്ത് നിൽക്കുന്നു. നോക്കിയപ്പോഴാണെങ്കിൽ അവൻ ഇതെടുക്കുന്നു, ഡ്രോപ്പ് എടുക്കുന്നു ആളമറിൻ്റെ. സോ നൈസായിട്ട് നമുക്ക് അങ്ങനെ കില്ലെടുക്കാന്ന് വെച്ചപ്പോൾ എൻ്റെ മോനെ നല്ല അടി. M10 ആണെങ്കിൽ നൈസ് കുത്തിപ്പിടി. ഞാൻ കയ്യിൽ പോയെന്ന് വിചാരിച്ചു. അവനൊരു ഹിറ്റ് കൊടുത്തു. എൻ്റെ ഫോൺ നല്ല രീതിക്ക് തന്നെ ലാഗ് ആവുന്നുണ്ട്. അവനങ്ങനെ ഒരടിയും കൂടെ കൊടുത്തു കളി അങ്ങനെ നമ്മൾ പോയി അടിച്ചിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ ബ്രോ. അങ്ങനെ നമ്മൾ സിൽവറിൽ നിന്ന് നമ്മൾ ഗോൾഡ് എത്തി. 112+ നമുക്ക് കിട്ടിയത്. കിടിലൻ കളിയാണ് കളിച്ചത്, കിടിലൻ കളി. സോ നമ്മളപ്പോൾ നമുക്ക് ഇനിയും തുടരാം. ഓക്കെ, സോ നമ്മൾ അങ്ങനെ അടുത്ത കളിയും കൂടെ കളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു കളിയാണെങ്കിൽ പോയി വിട്ടുപോയി, കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു കളിയാണ് ബൈ ഫാർ മൈ ബെസ്റ്റ് ഗെയിം പ്ലേ AAA വെച്ചിട്ടുള്ളത്. സോ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഈ ഒരു ഹൈലൈറ്റ്സിലോട്ട് നമുക്ക് കാണാൻ പോവാം. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ ഫാക്ടറി ഭാഗത്താണ്. ഇറങ്ങിയപ്പോൾ തന്നെ MI2 ആളെ കിട്ടി. സോ ഇവിടെ ഇനിമി നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മൾ അവനെ എങ്ങനെ ബോഡി ഷോട്ട് കൊടുത്ത് അവൻ്റെ കില്ല് ചെയ്തിട്ടുണ്ട്. നമ്മളടുത്ത എനിമിനെ കൊല്ലുന്നത് ഈ ഭാഗത്താണ്. ഈ ഭാഗത്ത് ഞാൻ ചത്തെന്ന് വിചാരിച്ചു, 20 HP ഉണ്ടായുള്ളൂ. ബട്ട് നമ്മൾ എങ്ങനെയൊക്കെയോ ഡബിൾ സ്നൈപ്പർ സ്വിച്ച് ചെയ്ത് അവനെ അങ്ങ് അടിച്ചിട്ടു. അടുത്ത കില്ല് നോക്കുന്നത് തന്നെ ഫാക്ടറി തന്നെയാണ്, ഫുൾ ഫാക്ടറി തന്നെ കളിയാണ്. ഇവിടെ ആണെങ്കിൽ ഇവൻ വെക്ടറിന് അടിക്കുന്നുണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ ചാടി വന്ന് വീണ്ടും ഒരു അടി കൊടുത്തു, അവനെ അങ്ങനെ കില്ല് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഫാക്ടറി ഭാഗത്ത് സൈഡിൽ വന്നപ്പോഴേക്ക് ഇവനാണെങ്കിൽ ലോങ്ങിൽ നിന്ന് അടിക്കുന്നുണ്ട്. ബട്ട് ഗ്ലൂവാൾ കവറെടുത്ത് കളിക്കാത്തതുകൊണ്ടായിരുന്നു നമ്മൾ ഓപ്പൺ വന്നപ്പോൾ അടിച്ചിട്ടു. നമ്മൾ വീണ്ടും ഫാക്ടറി സൈഡിലോട്ട് പോയപ്പോൾ ലോങ്ങിൽ നിന്നൊട്ടും കയറി വരുന്നുണ്ടായിരുന്നു. ഹിറ്റ് വെച്ചിട്ടായിരുന്നു അതിന്. അപ്പോൾ ഞാനാണെങ്കിൽ ഗ്ലൂവാൾ പുള്ളി കൂടെ അടിച്ചിട്ട് വന്ന് എബിലിറ്റി വെച്ചിട്ട് അവനെ അടിച്ചിട്ടു. നമ്മൾ ഇവിടെ നോക്കിയപ്പോഴാണെങ്കിൽ അവൻ വീണ്ടും ഇവിടെ തന്നെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. വായിൻ്റെ വായ തന്നെ വന്ന് ഇറങ്ങി. നമ്മളിപ്പോൾ ഒരു ഹാക്കർ ലെവൽ ഹെഡ് ഷോട്ടും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്. അതാണ് അടുത്ത കില്ല് വരുന്നതും ഫാക്ടറി തന്നെയാണ്. ഇവനാണെങ്കിൽ MP5ക്ക് നല്ല രീതിക്ക് എനിക്ക് ഡാമേജ് തന്നായിരുന്നു. ബട്ട് ഞാൻ ചാടി എങ്ങനെയൊക്കെയോ അടിച്ചിട്ടു അവനെ. നമ്മളിങ്ങനെ അടുത്ത് നോക്കാൻ പോകുന്നത് ഈ ഫാക്ടറി സൈഡിലാണ് ഇവൻ ലാസ്റ്റത്തെ കില്ല്. ഇവിടെ നോക്കിയപ്പോൾ ഓടി വരുന്നുണ്ടായിരുന്നു. അവന് 154 കൊടുത്തു. പിന്നെ ഒരു കലക്കാച്ചി ഹെഡ് ഷോട്ടും കൂടെ കൊടുത്ത് അവനങ്ങനെ തിന്നിട്ടുണ്ട്.